ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കോട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് സംവൺ ഈസ് ദ ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇറ്റ് എംപവേഴ്സ് ദം ടു നോ ദാറ്റ് ദേ ആർ നോട്ട് അലോൺ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റോറിയാണ്. ഒരിക്കൽ മകൻ സർജറിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ അതിൻ്റെ വെയിറ്റിംഗ് ലോഞ്ചിലിരിക്കുന്ന ഒരു അച്ഛൻ സർജറിക്ക് വേണ്ടി ഓടി വരുന്ന ഡോക്ടറെ കണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? ഡോക്ടർ മറുപടി പറഞ്ഞു, ഞാൻ വന്നല്ലോ. വീണ്ടും അദ്ദേഹം ചോദിക്കുന്നു, എൻ്റെ മകൻ സർജറിയിലാണ്, എമർജൻസി ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലാണ്, നിങ്ങൾ ഒരു ഡോക്ടറല്ലേ, നിങ്ങൾ ഇച്ചിരി കൂടി നേരത്തെ വരണ്ടേ? ഡോക്ടർ മറുപടി പറയും, ഞാൻ വന്നല്ലോ. എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ? എന്തെങ്കിലും സംഭവിക്കുക എന്നുള്ളത് ദൈവീകമല്ലേ എന്ന് പറഞ്ഞ് ഡോക്ടർ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങളിൽ പറയാൻ നിങ്ങൾക്കൊക്കെ ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് സർജറിയുടെ സമയങ്ങൾ കഴിഞ്ഞ് അച്ഛൻ തിരിച്ച് ഈ ഡോക്ടറെ വെയിറ്റ് ചെയ്യാണ്. ഡോക്ടർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വളരെ പുഞ്ചിരിയോടുകൂടി ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകൻ സേഫാണ്, ഡോണ്ട് വറി. അഗെയിൻ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, ഇനി എപ്പോൾ പോകാൻ കഴിയും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, നോക്കൂ, നേഴ്സുണ്ട് അവിടെ, സിസ്റ്ററുണ്ട്, അവിടെ ചോദിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കരമായി ദേഷ്യം വരും. എന്തൊരു ഡോക്ടറാണിത്, ചോദിക്കാൻ വയ്യ, പറയാൻ വയ്യ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ദേഷ്യവും അമർഷവും അദ്ദേഹം അവിടെ കാണിക്കും. ഇദ്ദേഹം നേരെ സിസ്റ്റർ അടുത്ത് നിന്ന് ചോദിക്കും, എങ്ങനെയുണ്ട് മോന്? അപ്പം സിസ്റ്റർ പറയും, വളരെയധികം ഉഷാറാണ്, ഓക്കെയാണ്, നല്ലതാണ്, കുഴപ്പമില്ല കേട്ടോ, 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു പോവാം, ആൻറ്റിബയോട്ടിക്സ് കഴിയട്ടെ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത്, എന്ത് ഡോക്ടറാണത്, ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഡോക്ടർമാർ വളരെ മോശമാണെന്ന് പറയും. സിസ്റ്റർ പറയാണ്, നോക്കൂ, ആ ഡോക്ടറുടെ മകൻ കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റായി മരണപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഫ്യൂണറൽ ചടങ്ങുകളെല്ലാം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മുടെ കുഞ്ഞിൻ്റെ എമർജൻസി കോൾ വന്നിട്ട് ഡോക്ടർ അവിടുന്ന് ഓടി വരികയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു പോയത് അതിൻ്റെ ബാക്കി കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ നൽകുന്ന കൺക്ലൂഷനല്ല ജീവിതത്തിൻ്റെ എൻഡ്. ഓരോ വിഷയങ്ങളിലും മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ ചിന്തകളുടെ റിസൾട്ടുകളാണ്. അത് ബാക്കിയുള്ളവൻ്റെ അനുഭവങ്ങളെക്കുറിച്ചിട്ടാവണമെന്നില്ല. സോ അണ്ടർസ്റ്റാൻഡ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ബിഫോർ കൺക്ലൂഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പാഠം. നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ വലിയവരാണെങ്കിലും, ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും, പ്രായമായ ഓരോ ആളുകൾ പ്രത്യേകിച്ചും, അവരെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാചകങ്ങളുണ്ട്. എന്തുണ്ട് വിശേഷം, സുഖാണോ, സന്തോഷമല്ലേ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വാചകങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ ഭയങ്കരമായ സന്തോഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അത് പറയുന്നൊരു കാര്യം, ഐ ആം ഹിയർ ടു അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറയുന്ന വലിയൊരു മെസ്സേജാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ മനോഹരമായൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഇസ് മീ ഷാഫി കളത്തിങ്ങൽ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, Universal Academy of Health and Education, Kondroti, Assistant Professor, EMA Training College. Thank you so much.